ഓം നമോ വാസുദേവായ നമഃ. കൃഷ്ണൻ അർജുനനോട് പറയുന്നു, അർജുന, നീ ക്ഷത്രിയനാണ്. നീ നിന്റെ ഗുരുവായ ദ്രോണരുടെ ഏറ്റവും പ്രിയ ശിഷ്യനാണ്. നീ കാട്ടാളവേഷധാരിയായി വന്ന മഹാദേവനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് ദിവ്യാസ്ത്രം നേടി. ദേവേന്ദ്രൻ നിനക്ക് നിരവധി ഉപകാരങ്ങൾ നൽകി. നീ എൻ്റെ സുഹൃത്താണ്. ഞാൻ നിന്റെ തേരാളിയാണ്. നിന്റെ മാതൃപരമ്പരയും പിതൃപരമ്പരയും വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ സുഹൃത്തായ അർജുനനെ ചെറു പുഞ്ചിരിയോടെ പരിഹസിച്ചുകൊണ്ട്, അങ്ങനെയുള്ള നിനക്ക് കുതാ എവിടുന്നാണ് വിദ്വാൻമാർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും യുദ്ധം ചെയ്യുകയില്ലെന്നും ആരെയും കൊല്ലുകയില്ലെന്നും പറയാനുള്ള അറിവ് കിട്ടിയത്? കൃഷ്ണൻ തുടർന്നു, ശരീരത്തിനെയും ആത്മാവിനെയും തിരിച്ചറിയുന്നതാണ് ശരിയായ അറിവുള്ളത്. ശരീരം നശിക്കുന്നതാണ്. അത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. എന്നാൽ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന ആത്മാവ് അഥവാ ജീവൻ അങ്ങനെയല്ല. ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. അവൻ ആത്മാവ് ജനിക്കുകയോ വളരുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അത് പവിത്രമാണ്, ദിവ്യമാണ്. അത് അണുവിലും അണുവാണ്. ആ ആത്മാവിനെ ദർശിക്കാനോ നശിപ്പിക്കാനോ കൊല്ലാനോ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ആത്മാവ് ശരീരത്തിനുള്ളിലുള്ളപ്പോൾ, ശരീരം പ്രവർത്തനക്ഷമമായിരിക്കുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ക്ഷേത്രമെന്ന ശരീരമാണ്, ക്ഷേത്രജ്ഞൻ ആത്മാവാണ്. എന്നാൽ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും നിയതാവായി ഞാൻ സർവ്വ ശരീരങ്ങളിലും ഉണ്ട്. എന്നാൽ ഞാൻ ഈശ്വരൻ അഥവാ ശരീരത്തിൻ്റെ നാഥൻ ആണെങ്കിലും ആരുടെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല. എന്നെ ശരണം പ്രാപിക്കുന്നവരെ ഞാൻ അർഹിക്കുന്ന സഹായം നൽകും.